കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം 3-ാം അധ്യായത്തിലെ മറ്റൊരു വെൺപായിലേക്ക് നമുക്കിനി പ്രവേശിക്കാം. വിണ്ണിൽ തോന്നി മറഞ്ഞിടുന്ന മുകിൽ പോൽ ബോധത്തിലുണ്ടായി അഴിഞ്ഞ് എന്നാകും കാരണങ്ങളൊക്കെ അരുളാൽ പൊയ്യെന്ന് തള്ളാതെ തൻ ബോധത്താലെ തടക്കിലോർക്ക കരമുന്തും പന്തിനൊപ്പമായി വരും ബോധത്തിൻ നിലയറ്റിടത്ത് കാരണം നാരായ വേരറ്റുപോകും. അപ്പോൾ കാരണങ്ങളെല്ലാം നാരായ വേരറുക്കുന്നത് പോലെ അറുത്ത് മാറ്റണം. ഇതാണ് കണ്ണുടയ വള്ളലാർ നമുക്ക് നൽകുന്ന ഉപദേശം. ഇന്ദ്രിയങ്ങളും അതേപോലെ മറ്റു വൃത്തികളുമെല്ലാം തന്നെ എപ്രകാരമാണോ ഒരു വൃക്ഷത്തിൻ്റെ നാരായ വേരിനെ അറുത്ത് മാറ്റുന്നത്, അതേപോലെ അറുത്ത് മാറ്റിയാൽ പിന്നീട് മനസ്സുണ്ടാകില്ല. അതോടെ അരുൾ ബോധം നിറവുറ്റ് നമ്മിൽ പ്രകാശിക്കുകയും ചെയ്യും. ഇതാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ട് പ്രയോജനമില്ല, മറിച്ച് വൃക്ഷത്തിൻ്റെ നാരായ വേര് തന്നെ അറുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ അതിൻ്റെ നാരായ വേരിൽ നിന്ന് വീണ്ടും വീണ്ടും മുളകൾ മുളച്ച് അത് വൻ വൃക്ഷമായി മാറും. വാസനകൾ പൂർണ്ണമായും മാറ്റാതെ അതിനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വെട്ടിമാറ്റിയതുകൊണ്ട് പ്രയോജനമില്ല. അത് വീണ്ടും തളർത്ത് വാസനകൾ 100,000 ആയി വീണ്ടും വികസിക്കും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? താനായിരിക്കാൻ വേണ്ടി മറ്റ് ജന്മവാസനകളെയെല്ലാം അറുത്ത് മാറ്റുക. അവ സത്യത്തിൽ ഇല്ലാത്തതാണ്, മായയാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ സ്വയം അവ എല്ലാം തന്നെ കൊഴിഞ്ഞു വീഴുമെന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. നോക്കൂ, വിണ്ണിൽ തോന്നി മറഞ്ഞിടുന്ന മുകിൽ പോൽ ബോധത്തിലുണ്ടായി അഴിഞ്ഞ് എന്നാകും കാരണങ്ങൾ. അപ്പോൾ കാരണങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാകുന്നത്? ബോധത്തിൽ ഉണ്ടായി നിൽക്കുന്ന തോന്നലുകളാണ്. അതായത് നമ്മുടെ ജീവബോധത്തിൽ ഉയർന്നു നിൽക്കുന്ന വെറും തോന്നലുകളാണ് ഈ കാരണങ്ങൾ. അതായത് ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ സത്യത്തിൽ നമുക്ക് ഒരു തോന്നലാണ്, അത് ജീവബോധത്തിലുള്ളതാണെന്ന് തോന്നും. ഏതുപോലെ? വിണ്ണിൽ തോന്നി മറഞ്ഞിടുന്ന മുകിൽ പോലെ. വിണ്ണിൽ, ആകാശത്തിൽ എന്തുണ്ടാകുന്നു? കാർമേഘങ്ങളുണ്ടാകുന്നു. ആ കാർമേഘങ്ങൾ പെട്ടെന്ന് മിന്നി മാഞ്ഞു പോവുകയും ചെയ്യും. വിണ്ണിൽ തോന്നി മറഞ്ഞിടുന്ന മുകിൽ പോലെ, ആകാശത്തിലെ കാർമേഘം പോലെ അവയെല്ലാം തെന്നി മാറി ഇല്ലാതാകും. അതേപോലെ നമ്മുടെ ബുദ്ധിയിൽ തെളിയുന്ന ഈ ഇന്ദ്രിയങ്ങൾ ഏതുപോലെയാണ്? കാർമുകിൽ പോലെയാണ്. ആ മുകിൽ തെന്നി മാഞ്ഞു പോകും. എപ്പോൾ? യഥാർത്ഥത്തിൽ ജ്ഞാനം ഉദിക്കുമ്പോൾ. എന്താണ് ജ്ഞാനം ഉദിക്കുക എന്ന് വെച്ചാൽ? അതായത് താനായിരിക്കുന്ന തൻ്റെ നിജസ്വരൂപത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ കാരണങ്ങളും അതിൻ്റെ വൃത്തികളുമെല്ലാം തന്നെ വിണ്ണിലെ മുകിൽ പോലെ പെട്ടെന്ന് ഇല്ലാതായിത്തീരുമെന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയണം, തൽബോധത്താലെ തടക്കിലോർക്ക കരമുന്തും പന്തിനെ പോൽ. നമ്മളൊരു പന്ത് ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ അതെന്താണ് സംഭവിക്കുന്നത്? അത് വീണ്ടും പൊന്തി വരും. അപ്പോൾ പന്തിൻ്റെ സ്വഭാവം എന്താണ്? നാം അതിനെ ഏതെങ്കിലും ഒരു പ്രതലത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ തട്ടി ആ പന്ത് പൊന്തി വരും. അതേപോലെയാണ് നമ്മുടെ കാരണങ്ങൾ. നമ്മുടെ കാരണങ്ങൾ അറുത്ത് മാറ്റാൻ ശ്രമിക്കും തോറും അത് വീണ്ടും വീണ്ടും 100,000 അത് വീണ്ടും വീണ്ടും വികസിച്ച് വരും.
അതുകൊണ്ട് അറുത്ത് മാറ്റുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? താൻ ജ്ഞാനിയായി മാറുക, നമ്മൾ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക. എന്താണ് ജ്ഞാനം? ജ്ഞാനെന്ന് വച്ചാൽ എൻ്റെ സഹജ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോവുക. എൻ്റെ സഹജ സ്വഭാവം എന്താണ്? ഞാനായിരിക്കുന്ന അവസ്ഥ, ഞാനുണ്ട് എന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ മതി. അങ്ങനെ ഞാനായി, താനായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ മനസ്സ് അത്രമേൽ സ്വാഭാവികമായി കൊഴിഞ്ഞു പോകും. അതോടെ അതിൻ്റെ നാരായ വേര് അറ്റുപോവുകയും ചെയ്യും. അല്ലാതെ ഇന്ദ്രിയങ്ങളെയോ കാരണങ്ങളെയോ ബലാത്കാരമായി അടക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് നൂറായിരമായിട്ട് വീണ്ടും വീണ്ടും പൊട്ടിമുളച്ച് വീണ്ടും നമ്മളെ ജീവബോധപ്പറ്റിലേക്ക് കൊണ്ടെത്തിക്കും. കണ്ണുടെ വളരെ പ്രധാനപ്പെട്ടൊരു മാനശാസ്ത്ര സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. മനസ്സിനെ കീഴ്പ്പെടുത്താൻ മനസ്സിലെ വൃത്തികളെ ഒന്നൊന്നായി വെട്ടി മാറ്റിയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അത് വീണ്ടും കിളിർത്ത് പൊങ്ങി നൂറായിരം ശിഖരങ്ങളായി വികസിക്കും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നാം ജ്ഞാനം നേടുക, ജ്ഞാനിയായി മാറുക. ജ്ഞാനിയായി മാറുക എന്ന് വച്ചാൽ താനായിരിക്കുന്ന സഹജഭാവത്തിലേക്ക് മടങ്ങിപ്പോവുക. വളരെ എളുപ്പമായൊരു വിദ്യയാണിത്. നാം നമ്മുടെ സഹജ സ്വഭാവത്തിലേക്ക്, നമ്മുടെ സഹജഭാവത്തിലേക്ക് തിരിച്ചു പോവുക. എൻ്റെ സഹജ സ്വഭാവം എന്താണ്? ഞാനായിരിക്കുന്ന താനായിരിക്കുന്ന അവസ്ഥ. ആ താനായിരിക്കുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ട് മനസ്സ് കൊഴിഞ്ഞു പോകും. അപ്പോൾ അയാൾ പരമശാന്തിയെ, സമാധ്യവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് കണ്ണുടെ വള്ളലാർ ഈ മന്ത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഘടകം. മനസ്സെന്നത് ഭാവനാസ്വരൂപമാണ്. എല്ലാവിധ സങ്കല്പങ്ങളുടെയും ഭാവനകളുടെയും വിചാരങ്ങളുടെയും ഉറവിടം മനസ്സാണ്. ബ്രഹ്മചൈതന്യത്തിൻ്റെ സ്പന്ദന ശക്തിയായി മനസ്സ് സ്ഥിതി ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കണം. മനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സായി. സങ്കല്പക്രിയ കൊണ്ടാണ് മനസ്സെന്ന തത്വമുണ്ടായത്. അപ്പോൾ മനസ്സ് നിലനിൽക്കുന്നത് സങ്കല്പങ്ങളെ കൊണ്ടാണ് എന്ന് നിശ്ചയിക്കാം. ഇത് തന്നെയാണ് വസിഷ്ഠ മഹർഷി ജ്ഞാനവാസിഷ്ഠത്തിൽ ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്ന ദിവ്യ ഉപദേശം. സങ്കല്പവും മനസ്സും തമ്മിൽ ഭേദമില്ല. ബോധരൂപത്തിൽ നാം വ്യാപരിക്കുന്ന ശക്തിക്കാണ് സങ്കല്പം എന്ന പേര്. ആ സങ്കല്പം തന്നെ മനസ്സെന്നറിഞ്ഞുകൊള്ളണം രാമ. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്. സംസാര ഭാവനകൾ നീക്കി നിശ്ചല ബുദ്ധിയോടുകൂടി മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുകയോ. അതായത് മനസ്സിൻ്റെ ഉത്ഭവസ്ഥാനം തേടി പോവുക. ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ മനസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനം നാം കണ്ടെത്തുന്നു. അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? എന്നിൽ നിന്നാണ്, ഞാനാകുന്ന ബ്രഹ്മത്തിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുക. ബ്രഹ്മലീനമല്ലാത്ത മനസ്സ് ചിന്താഗ്രസ്തമായിരിക്കുകയുള്ളൂ. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് വേറിടുമ്പോഴാണ് മനസ്സിൽ ഓരോരോ വൃത്തികൾ പൊന്തി വരുന്നത്. അതിനാൽ പൗരുഷത്തെ ആശ്രയിച്ച് ചിത്തത്തിൻ്റെ ഈ ചിന്താഭാവത്തെ നേതി ചെയ്ത് മാറ്റിയാൽ ജഗൽബന്ധം, അതായത് ജീവബോധപ്പറ്റ് തെല്ലുമില്ലാത്ത ആ മഹാപദവിയിൽ എത്തിച്ചേരാൻ കഴിയും. സർവശ്രേയസ്സുകൾക്കും മൂലം മനസ്സിനെ ഇല്ലാതാക്കലാണ്. സങ്കല്പങ്ങളെ ചെയ്യായിക മാത്രം കൊണ്ട് പട്ടം കിട്ടുന്ന നിർവികൽപ്പ സമാധി സാമ്രാജ്യത്തിൽ നിത്യബ്രഹ്മനിഷ്ഠനായി അല്ലയോ രാമ നീ വസിക്കുക. ചാഞ്ചല്യഹീനമായ മനസ്സ് അമൃതാകുന്നു. അങ്ങനെ മനസ്സില്ലാത്ത മനസ്സ് എന്താകുന്നു? സാക്ഷാൽ അമൃത് തന്നെയാണ്. അത് തന്നെയാണ് മോക്ഷവും. അങ്ങനെ മനസ്സിനെ ഇല്ലാതാക്കാനുള്ള വിദ്യ എന്താണ്?
ചിൽപദത്തിൽ യോജിപ്പിക്കുക. ചിൽപദം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ബ്രഹ്മം. ആ ഞാനെന്ന ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ മനസ്സ് കൊഴിഞ്ഞു പോവും. ഇങ്ങനെ നിരന്തരം വിചാരം ചെയ്തുകൊണ്ട് എന്നാൽ അവിദ്യാബന്ധമുണ്ടാകില്ല. ആദ്യം ഭോഗവാസനയും പിന്നീട് ചിത്തവും ചിതിയും ഉപേക്ഷിച്ച് നിർവികൽപ്പനായി ഭവിച്ചാലും. അല്ലയോ രാമ എന്നാണ് വസിഷ്ഠ മഹർഷി രാമനോട് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മവിചാരം തന്നെയാണ്. ഈ ആത്മവിചാരത്തിലൂടെ തന്നെയാണ് നമുക്ക് നമ്മുടെ നിജഭാവത്തിലേക്ക് താനായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ഈ തത്വം തന്നെയാണ് എല്ലാ ഉപനിഷത്തുകളും നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നത്. ഇതാ കഠോപനിഷത്തിലൊരു ഭാഗം നോക്കൂ. യഥാ പഞ്ചാവതിഷ്ഠിന്തേ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിജേഷ്ടതി തമാഹു പരമാം ഗതി. മനസ്സോടുകൂടി 5 ജ്ഞാനേന്ദ്രിയങ്ങളും നിയന്ത്രണാധീനമാകുമ്പോൾ ബുദ്ധി സ്ഥിരമായി ഭവിക്കുകയും താനായി മാറുകയും ചെയ്യും. അപ്പോഴത്തെ അവസ്ഥയാണ് പരമഗതി എന്ന് പറയുന്നത്. അതായത് താനായി മാറുമ്പോഴാണ്, താനായി ശോഭിക്കുമ്പോഴാണ് പരമഗതിയിൽ എത്തിച്ചേരുന്നത് എന്നാണ് കഠോപനിഷത്ത് പറയുന്നത്. അതായത് മനസ്സും അതേപോലെ തന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും എപ്പോഴാണ് ഇല്ലാതാകുന്നത്? തൻ്റെ സഹജഭാവമായ ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ, താനായി മാറുമ്പോൾ ഈ മനസ്സും അതേപോലെ ജ്ഞാനേന്ദ്രിയങ്ങളും കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പരമഗതിയിൽ സാധകൻ എത്തിച്ചേരുന്നു. ഈ പരമഗതി തന്നെയാണ് മോക്ഷമെന്നും സ്വാതന്ത്ര്യമെന്നും എല്ലാം ഓരോരുത്തർ ഓരോ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നു. ഈ അവസ്ഥയിലേക്ക് അല്ലയോ സാധക നീ എത്തിച്ചേരുക എന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. നോക്കൂ, വിണ്ണിൽ തോന്നി മറഞ്ഞിടുന്ന മുകിൽ പോൽ ബോധത്തിലുണ്ടായി അഴിഞ്ഞെന്നാകും കരണങ്ങളൊക്കെ അരുളാൽ പൊയ്യെന്ന് തള്ളാതെ തൻ ബോധത്താലെ തടക്കിലോർക്ക കരമുന്തും പന്തിനെ ഒപ്പമായി വരും ബോധത്തിൻ നിലയേറ്റിടത്ത് കരണം നാരായ വേരറ്റ് പോകും. അതായത് വൃത്തികൾ മാത്രമായ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും സത്തകളല്ല. ഈ ഇന്ദ്രിയവൃത്തികൾ ആകാശത്തിലെ കാർമേഘം പോലെ ഉണ്ടായി ഇല്ലാതായി വരുന്നവയാണ്. ഈ ഇല്ലാത്തവയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ, റബ്ബർ പന്തിനെ ഉന്തി മാറ്റാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിക്കുന്ന ഫലമുണ്ട്. അതുപോലെ അസത്തുക്കളെ സത്തുക്കളായി കരുതി മിഥ്യാബോധം കൊണ്ട്, അതായത് ജീവബോധപ്പറ്റുകൊണ്ട് അവയെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെ സാധിക്കും? മിഥ്യാ ഇന്ദ്രിയ കാഴ്ചകൾക്ക് കാരണമായ ബോധത്തെ തന്നെ എല്ലാ മിഥ്യയെ മാറുന്ന അരുളാലൊഴിച്ചാൽ എല്ലാ കാര്യവസ്തുക്കളും താനേ ഒഴിഞ്ഞു പോകും. അപ്പോൾ അരുളാണ് ഇവിടെ പ്രധാനം. ഈ അരുളിലൂടെയാണ് സത്യത്തിൽ നമുക്ക് ശിവസങ്കല്പത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാം. എന്താണ് ഈ അരുൾ എന്ന് നോക്കൂ. വാസനാനിരാസ മൂലം മനസ്സ് ആത്മസമത്വം വരുമ്പോൾ അത് അരുളായിത്തീരുന്നു. ഈ പാടലിൽ ഒരുപാട് ഭാഗത്ത് എപ്പോഴും വരുന്ന ഒരു വാക്കാണ് അരുൾ. അരുളിന് അനുഗ്രഹം അല്ലെങ്കിൽ ശിവ അനുഭവം, ശിവ അനുഭൂതി എന്നൊക്കെ പറയാവുന്നതാണ്. അതിന് ഇവിടെ കൊടുക്കുന്ന ഒരു നല്ല നിർവചനമുണ്ട്. ആ നിർവചനം ഇതാണ്: വാസനാനിരാസം മൂലം മനസ്സ് ആത്മസമത്വം വരുമ്പോൾ അത് അരുളായിത്തീരുന്നു. അപ്പോൾ വാസനാനിരാസം, വാസനകളെല്ലാം കൊഴിഞ്ഞു പോകുമ്പോൾ ഈ മനസ്സ് തന്നെ ഇല്ലാതാകുകയും മനസ്സ് എന്തായി മാറുന്നു? ആത്മസമത്വത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതായത് താനും ആത്മാവും താനും ശിവനും ഒന്ന് തന്നെയാണ്, താൻ മാത്രമേ ഉള്ളൂ എന്ന ആ അറിവ്,
ആ അറിവിനെയാണ് ശിവ അരുൾ എന്ന് പറയുന്നത്. ഈ ശിവ അരുളിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാസനകളെല്ലാം താനേ കൊഴിഞ്ഞു പോകും. വളരെ എളുപ്പമായ ഒരു ആത്മവിചാര ടെക്നിക്കാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ നമുക്കായി കാഴ്ചവെക്കുന്നത്. എന്താണ് വേണ്ടതെന്ന് നോക്കൂ. ആത്മസമത്വത്തിലേക്ക് എത്തിച്ചേരുക. ആത്മസമത്വം എന്ന് വെച്ചാൽ ഞാനും ശിവനും ഒന്നായിത്തീരുക, ഞാനും ബ്രഹ്മവും ഒന്നായിത്തീരുക. അതായത് ജീവനും പരവും ഒന്നായിത്തീരുന്ന അവസ്ഥ, അതാണ് അരുൾ. ആ ശിവ അരുൾ തെളിഞ്ഞ് തെളിഞ്ഞ് വരുമ്പോൾ എല്ലാ വാസനകളും എല്ലാ മനസ്സങ്കല്പങ്ങളും കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇല്ലാതെ ആയിപ്പോകും. ഇതാണ് കണ്ണുടയ വള്ളലാർ ഇവിടെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും പറയുന്നത് ഇതാണ്. സമാധിയെപ്പറ്റി ഈ യാജ്ഞവൽക്യ സംഹിതയിൽ വിവരിക്കുന്നത് ഇത് തന്നെയാണ്. സമാധി എന്നാൽ എന്താണ്? സമാധി സമതാവസ്ഥ ജീവാത്മാ പരമാത്മനോ, ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകീഭാവമാണ് സമാധി. അപ്പോൾ ജീവനും പരവും ഒന്നിച്ച് ഏകീഭവിക്കുന്നതാണ് സമാധി എന്ന് പറയുന്നത്. ഇതാണ് യാജ്ഞവൽക്യ സംഹിതയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജീവനും പരമാത്മാവും ഐക്യമായി ഒന്നായി ചേരുമ്പോൾ ആണ് ഈ സമാധിസുഖം, ഈ അരുള് ആയി രൂപപ്പെടുന്നത്. അപ്പോൾ അരുളെന്ന് പറയുന്നത് ജീവ പര ഐക്യമാണ്. ആ ജീവപര ഐക്യത്തെയാണ് നാം ഇവിടെ അരുൾ എന്ന് എപ്പോഴും ശിവ അരുൾ എന്ന് എപ്പോഴും പറയുന്നത്. അത് ശിവാനുഗ്രഹത്താൽ, ഗുരുവിൻ്റെ അരുളാൽ, ഗുരുവിൻ്റെ അനുഗ്രഹത്താലാണ് ലഭിക്കുക. നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. അത് ഗുരുവിൻ്റെ അരുൾ കൊണ്ട്, ഈശ്വരൻ്റെ അരുൾ കൊണ്ട് മാത്രമാണ് ഈ ശിവ അരുൾ നമ്മിലേക്ക് ഒഴുകിയെത്തി നമ്മളും അതായത് ജീവനും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് ഐക്യപ്പെടുന്ന, ഒന്നായിത്തീരുന്ന, അങ്ങനെ ജീവൻ തന്നെ ശിവമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് കണ്ണുടയ വള്ളലാരും മറ്റെല്ലാ മഹാഭാരതീയാചാര്യന്മാരും പറയുന്ന ആത്മവിചാര ശൈലി. ഈ ആത്മവിചാര ശൈലിയിലൂടെ തന്നെ നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യ ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഓം ശിവായ നമഃ.